അനീഷ് നീയാ ഈടാ രമണ ഞാൻ ആരും വിചാരിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ എണീറ്റിട്ട് കോണ്ടാക്ട് ചെയ്യില്ലേ ഗ്രൂപ്പ് ഉണ്ടോ നടക്കാൻ പറഞ്ഞവർക്ക് ഗ്രൂപ്പ് ഉണ്ട് തന്നെ വെറുതെ വഴി നിൽക്കുന്നവർക്ക് തരില്ല ഗ്രൂപ്പ് അഡ്മിൻ ആരാൻ വഴി പിരിക്കുകയാണ്. അതെ അതെ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും. ഏകദേശം ഒരു 1.5 മാസമായെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്നോട്ട് സ്ഥിരമായിട്ട് വീഡിയോകൾ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഉള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ മോർണിംഗ് വാക്കിലേക്ക് പോവാം. നമ്മളങ്ങനെ ഇപ്പോൾ ചേന്തിയിലെത്തി. ഒരിക്കലും വരൂല, ക്യാമറയാ. അപ്പോൾ ചേന്തിയിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുമാണ് രാവിലെ മോർണിംഗ് വാക്കിന് 5 മണിക്ക് എഴുതി നടക്കുന്നത്. ഇനി പോങ്ങുമൂട്ടിൽ നിന്ന് ഒരാളും കൂടെ ഉണ്ട്, റോക്കറ്റ്. ബാലഗോപാൽ, റോക്കറ്റല്ല. അപ്പോൾ എന്നെ ഈ രാവിലെ ഇങ്ങനെ നടക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അനിയനാണ്. പക്ഷേ പലപ്പോഴും അനിയനം വരാറില്ല, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഞാൻ മാത്രമേ കാണാറുള്ളൂ. എന്ത് ഇന്നലെ എവിടെ പോയിരുന്നു? ഞാൻ ഓരോ ആവശ്യമായിട്ട് സാങ്കേതിക കാരണങ്ങളുണ്ടല്ലേ. അല്ല, ഇന്നലെ അവിടെ പോയിരുന്നു. അത് സാങ്കേതിക കാരണം. അപ്പോൾ ഞങ്ങൾ നടന്ന് പോങ്ങുമൂട് എത്താറായി കേട്ടോ. പോങ്ങുമൂട് ജംഗ്ഷൻ അടുത്തുകൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളെത്തി വെട്ടത്തിൽ കാണുന്നത്. ഇത്ര നേരം ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അതോ നിൽക്കുന്നു ബാലഗോപാൽ, ദോ നിൽക്കുന്നു. ബാബുവിന് ചില സാങ്കേതിക കാരണമില്ല, ടെക്നിക്കൽ ഇഷ്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ ബാബു? എങ്ങനെയുണ്ടായിരുന്നു വാഗമൺ ട്രിപ്പ്? വൈൻ ക്ലബ് റിസോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ പോങ്ങുമുട്ടിൽ നിന്നും ഞങ്ങൾ 3 പേരടങ്ങുന്ന ടീം നടത്തം തുടർന്നു. സാധാരണ 4 പേരാണ് ഉണ്ടാകാറുള്ളത്. അതിൽ ഇന്ന് മനോജ് ചേട്ടൻ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവരെന്നും ഇതുപോലെ നടക്കുമായിരിക്കുമെന്ന്. ഏയ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു അഹങ്കാരവും ഞങ്ങൾക്കില്ല. എംബാപ്പെ ഭയങ്കര സ്പീഡ്. ഓ, എംബാപ്പെ 10. നിങ്ങൾ ഓടി പോണത് സൂക്ഷിച്ചു പോകുന്ന ഒരു പട്ടി അവിടെ നിൽപ്പുണ്ട്. രാവിലെ ഉമ്മാരൊക്കെയാണ് പഠിക്കാൻ. ഇത് അല്ല, ഇതിവിടെ സ്ഥിരം നിൽക്കാൻ പറ്റും. അതും അപ്പുറത്ത് വന്ന് എംബാപ്പെ ഒരു കടി ഇറട്ടാ. നില്ലടാ, കടി വാങ്ങിച്ചിട്ട് പോടാ. വെറുതെ എന്തിനാ അതിന്റെ കടി പിടിച്ച് കാണിക്കണത്? ക്യാമറ ഒക്കെ എടുത്ത് അതിന് ചിലപ്പോൾ റിഫ്ലക്ഷൻ അടിക്കും. അത് തിരിഞ്ഞു നോക്കണം കേട്ടോ അനിയണ്ണ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് പ്രശാന്ത് നഗറിലെത്തി. നമ്മളിപ്പം പ്രശാന്ത് നഗർ ആക്കുളം റോഡിൽ. ഇവിടെ നിന്നാണ് നമ്മൾ യൂട്ടേൺ അടിച്ച് തിരിഞ്ഞു പോകണം. കണ്ട എംബാപ്പയൊക്കെ പോണ കണ്ട. ഇപ്പം എത്ര കിലോമീറ്റർ ആയി? 2 കിലോമീറ്റർ ആയില്ലേ? 2. മൊത്തം 4 കിലോമീറ്ററാണ് നമ്മൾ രാവിലെ ഡെയിലി നടക്കുന്നത്. അത് ഡെയിലി നടക്കുന്നവർ, അല്ലാത്തവരൊക്കെ ഇങ്ങനെ പട്ടിലി കിടന്ന് നടക്കും. തിരിച്ചുള്ള നടത്തം. നമ്മളങ്ങനെ നടന്ന് പോങ്ങുമൂട് ജംഗ്ഷനിലെത്തി. ഇനി നമുക്ക് വഴി പിരിക്കുകയാണ്. അതെ. ഈ നാളെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. നാളെ നമ്മളെ കാണും. നിങ്ങളെ കാര്യം മാത്രം നോക്കി. അയ്യോ, ഞാൻ ഇല്ലെങ്കിൽ ആരും വരില്ല. അതെ അത് സത്യമാണ്. അപ്പം ശരി, ഓക്കെ, നാളെ കാണാം. ഇനി നമ്മുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ള സുരേഷ് ഏട്ടൻ ഇവിടെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. സുരേഷിന്റെ യോഗ അവിടെ ഷട്ടർ ഇറക്കിക്കൊണ്ടിരിക്കണം. അയ്യോ, ഇന്നില്ല. അതുകൊണ്ടുണ്ട്. ഹലോ, വിളിച്ചല്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചാണെന്ന്. ഇല്ല, ഞാൻ വെറുതെ വിളിച്ചത്. ഇന്നലെ കണ്ടില്ല. ഞാൻ ഉറങ്ങി കിടക്കായിരുന്നു. ഇറങ്ങിയില്ലേ? ഇന്നലെ ബാലും ഇല്ലാത്തോണ്ട് ഞാനും മടിച്ചു, പിന്നെ എല്ലാരും മടിച്ചു. രാവിലെ എണീറ്റിട്ട് കോണ്ടാക്ട് ചെയ്യില്ലേ? ഗ്രൂപ്പ് ഉണ്ടോ? നടക്കാൻ പറഞ്ഞവർക്ക് ഗ്രൂപ്പ് ഉണ്ട്. അഡ്മിൻ ആരാൻ? ഞാൻ തന്നെ. എന്തിന് നിങ്ങൾ ഇറങ്ങണില്ലല്ലോ? നിങ്ങൾ പോയല്ലേ? ബോംബാ അതൊന്നും ഇതാ ഈ ചെറിയ റെക്കോർഡിങ്. ഓ, ഞാൻ ആരും കാണാതെ
അത് ആരും കാണാതെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ സുരേഷ് ഏട്ടൻ കുറേ വർഷം മുമ്പ് വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലേ. അവിടെ കുമരകത്ത് പോയത്. കുമരകത്ത് ഞാൻ കണ്ട. ഓ അവന് കുമരകം അറിയാം. കുമരകം കണ്ടോ? എന്ത് എന്ത് നമ്മൾ ഡീസൻ്റ് ആയിരുന്നു. പിന്നെ ബോട്ടിൽ കയറി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കരിമീൻ, ചോറൊക്കെ കരിമീൻ. അപ്പൊ നിങ്ങളാ പോയതോ? നീ പോയ ഉദ്ദേശം പറഞ്ഞില്ലല്ലോ. കരിമീൻ മാത്രമേ കഴിച്ചോളാം. കരിമീന്റെ കൂടെ ടച്ചിങ്സിനൊന്നും കഞ്ഞിവെള്ളം കുടിച്ചു. കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം സത്യം കഞ്ഞിവെള്ളം കുടിച്ചു. കഞ്ഞിവെള്ളം ഊണിന്റെ കൂടെ കഞ്ഞിവെള്ളമാണ് കൊടുക്കുന്നത്. ആ കഞ്ഞിവെള്ളമാണ് ഞങ്ങൾ കുടിച്ചത്. ഇവരൊക്കെ വിശ്വാസം കഴിച്ച് അതാ അടുത്ത ടീം. ശരി, ഇന്നെന്ത് ഇവര് നേരത്തെ അവരില്ലാത്ത സാധാരണ ഒരു 6 മണിക്ക് ചേന്തി ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ? മൈൻഡ് ചെയ്യാതെ പോണു. എവിടെ ഞാൻ നടക്കാൻ ഇറങ്ങിയത് രാവിലെ ഇവളൊന്നും ഇല്ലേ? ആണോ അറിയോ? അനീഷ് നീയാ? എടാ രമണ, ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയാണ്. എവിടെ പോയത്? ഞാൻ മോളെ കൊണ്ടുവിടാൻ പോയിടാ രാവിലെ. നടക്കാൻ ഇറങ്ങിയതല്ലേ? അല്ല, മോളെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ട് രാവിലെ. അത് ശരി. മറ്റേ വേണാട്ടിനെ നമ്മളവിടെ പഠിച്ച കൊച്ചു ചെറുക്കലാണ്. തന്നെ അന്നും ഇന്നും എന്നും നമ്മളെ മറ്റേ നാച്ചുറൽ സാധനം ഉണ്ടല്ലോ, അതാണ് ഈ ഇതിൻ്റെ രഹസ്യം. അതില്ലെങ്കിൽ മറ്റേ വിളിക്കാറാക്കില്ല. കൊച്ചു കള്ളായി. ഇന്നലെ പഞ്ചാബ് എന്നൊക്കെ ബോംബ് വന്നു. വിളിക്കുന്നുണ്ടോ? അത് ശരി. ആര് വിളിച്ചു? സുരേഷ് എന്നാ ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൻ കണ്ടുപിടിച്ച് വന്നിട്ട് വെട്ടമടിച്ചപ്പോഴേ ക്യാമറ കഴിക്കുന്ന കണ്ട്. അങ്ങനെ രാവിലത്തെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരിച്ചെത്തി. ചിലർ അറിഞ്ഞുകൊണ്ടും ചിലർ അറിയാതെയുമാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയുക.